അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഏരാത്തല്ലേ ഇൻഷാ അല്ലാ എല്ലാവരും കേൾക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റുള്ളവരിലേക്ക് അറിവെത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. അല്ലാഹു തആല ഞാൻ പറയുന്നതിനെയും നിങ്ങൾ കേൾക്കുന്നതിനെയും സ്വാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ എപ്പോഴും കൊണ്ട് നടക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ ഇന്നും ചെറിയൊരു അറിവുമായിട്ടാണ് വരാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ നമ്മളൊക്കെ ദിവസവും ഖുർആൻ ഓതാറുണ്ട്. കാണാതെയായിട്ടും മനഃപ്പാഠമാക്കിയതും അല്ലാതെയായിട്ട് ഖുർആൻ കൊണ്ട് ഓതാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഓതിയ ഭാഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അടയാളം വെക്കുന്ന പതിവ് നമ്മുടെയൊക്കെ വീടുകളിലും നമുക്കൊക്കെ ഉള്ള ഒരു കാര്യമാണ് അടയാളം വെക്കുക എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ മുസഹഫ് ഓതുന്ന സമയത്ത് അടയാളം വെക്കുന്നതിന് വേണ്ടിയിട്ട് അടയാളം വെക്കുന്ന ആ ഒരു സമ്പ്രദായമുണ്ടല്ലോ, ആ ഒരു രീതി ഉണ്ടല്ലോ, അത് പറ്റുമോ പറ്റില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയാനുള്ളത്, അങ്ങനെ അടയാളം വെക്കുന്നതിനുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ തന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ മുസഹഫിൽ ഇങ്ങനെ നാണയം വെക്കുക അഥവാ മുസഹഫിനെ നിസ്സാരപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമില്ലെങ്കിൽ അതിൽ നാണയം വെക്കുന്നതിനും എന്തില്ല, കുഴപ്പമില്ല. അഥവാ അടയാളം വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മുസഹഫ് തന്നെ മടക്കി വെക്കുക, മുസഹഫിൻ്റെ പേജ് കടലാസ് മടക്കി വെക്കുക എന്നുള്ളത് എന്താണ്, അത് അനാദരവാണ്, അദബുകേടാണ്. അതുകൊണ്ട് തന്നെ മുസഹഫിൻ്റെ പേജ് മടക്കി വെക്കുന്നതിന് നല്ലതായി കാണുന്നില്ല, അത് അനാദരവായിട്ടാണ് കാണേണ്ടത്. മറിച്ച് അടയാളം വെക്കുന്നതിന് കുഴപ്പമില്ല. അതേപോലെ തന്നെയാണ് മതഗ്രന്ഥങ്ങളിലും, അഥവാ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്നതാണ്. മൗലീദ് ഗ്രന്ഥങ്ങളിലൊക്കെ വേഗം മങ്കൂസ് മൗലൂദോ ഷറഫുൽ അനാമോ ഇങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പേജ് മടക്കി വെക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അപ്പോൾ അതും എന്താണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാരണം അങ്ങനെയുള്ളിടത്തും അടയാളം വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അതിനോടുള്ള ഒരു അദബ് എന്നുള്ള നിലക്ക് അങ്ങനെ മടക്കി വെക്കുക എന്നുള്ളത് എന്താണ്, അനാദരവായതുകൊണ്ട് അടയാളം വെക്കുക എന്നുള്ളൊരു രീതി സ്വീകരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, ഉചിതമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളിലൊക്കെ ഇതുവരെ നമ്മൾ കേട്ടതും പഠിച്ചതുമായ ഇൽമുകൾ ഉപകാരപ്പെടുത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.